ജിതിൻ ലാലിൻ്റെ ഡെബ്യൂ ഡിറക്ടോറിയൽ അജയൻ്റെ രണ്ടാം മോഷണം അഥവാ ARM സിനിമ റിലീസ് ചെയ്തിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് സിനിമ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആദ്യമേ തന്നെ എനിക്ക് സിനിമയിൽ എന്നെ അട്രാക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സിനിമയുടെ ജോൺറ, അതായത് ഫോക്ലോർ, ആക്ഷൻ, അഡ്വഞ്ചർ, കുറച്ച് ഫാൻറ്റസി, ഇങ്ങനത്തെ ഒരു മിക്സിൽ നമ്മളധികം പടങ്ങളൊന്നും മലയാളത്തിൽ കണ്ടിട്ടില്ല. നമ്മളുടെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫോക്ലോർ ക്യാരക്ടർ മലയക്കോട്ട വാലിബനാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ജിതിൻ ലാൽ എന്ന് പറഞ്ഞ ഡയറക്ടർ കുറച്ച് എക്സാമ്പിൾസൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അതായത് സ്വന്തം ഡെബ്യൂ ഫിലിമിൽ എത്രമാത്രം എഫേർട്ട് പുട്ടിൻ ചെയ്യാം, എത്രമാത്രം ഫ്രഷ്നെസ്സും യൂണീക്നെസ്സും അതിൽ കൊണ്ടുവരാൻ പറ്റും, ടെക്നിക്കലി സിനിമ എത്രമാത്രം പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഇത്തരം പടങ്ങൾ, കുറച്ച് റീസെൻ്റ്ലി ഇത്തരം പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ടെംപ്ലേറ്റ്സ് ഒന്നും ഫോളോ ചെയ്യാതെ ഒരു വളരെ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റൈലിൽ ഒരു ഒതൻറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത്തരമൊരു ജോൺറ് മലയാളത്തിൽ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജിതിൻ ഒരു എക്സാമ്പിളാണ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് മലയാളത്തിലുള്ള നമ്മുടെ ആക്ടേഴ്സിനെ എങ്ങനെ ഒരു അവരുടെ തന്നെ കരിയറിലെ മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗ്രൂം ചെയ്തിട്ട് അവരെ ടൂൾസ് ആക്കിയിട്ട് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സംഭവം വളരെ എസെൻഷ്യലാണ്. കാരണം ഇൻഡസ്ട്രിയിൽ നമ്മളെ ഇൻഡസ്ട്രി വളരുന്നതും നമ്മുടെ ആക്ടേഴ്സ് അവരുടെ ഒരു ആക്ടിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒരു നാഷണൽ ലെവലിലൊക്കെ ഒരു അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നത് ഇത്തരം ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അതിൽ ഡയറക്ടേഴ്സ് ഒരു മാക്സിമം അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ്. എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമ കണ്ടപ്പോൾ വളരെ ഒരു ഐഡിയലായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പോലെയാണ് തോന്നിയത്. ഈ സിനിമയുടെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ARMൻ്റെ ഒരു ഫോക്ലോർ മൂഡ് ജിതിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മുത്തശ്ശി ഒരു ബെഡ് ടൈം സ്റ്റോറി ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. 3 ടൈം ലൈനിലൂടെയാണ് ഈ സിനിമ ട്രാവൽ ചെയ്യുന്നത്. ഈ 3 ടൈം ലൈനിലും വരുന്ന ക്യാരക്ടേഴ്സ്, അതായത് കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ, ഈ 3 ക്യാരക്ടേഴ്സിനെയും സ്ക്രീനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഞാൻ സ്ക്രീനിൽ കണ്ടത് ആസ് എൻ ആക്ടർ. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസിലേക്കുള്ള ടൊവിനോയുടെ ഒരു പെർഫോമൻസ് ഒക്കെ എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്തു. അതുപോലെ ടെക്നിക്കലി സ്പീക്കിംഗ് ഈ 3 ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്, അതായത് ഇതിൻ്റെ ഒരു സ്വാഗ്, അതുപോലെ അഡ്വഞ്ചറസ് സീക്വൻസിലൊക്കെയുള്ള ആ ഒരു സ്പിരിറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ സിനിമയിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫേസിൽ കാണിക്കുന്ന ഒരു വിഷ്വൽ എക്സ്ട്രാവേഗൻസ്, ഇതെല്ലാം, അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ക്യാരക്ടറിനെ ആണെന്നാണ് തോന്നിയത്. അതുകൊണ്ട് ഇതിലൊരു ഏറ്റവും നല്ല ഒരു പെർഫോമൻസ്, എല്ലാം നല്ല രീതിയിലാണ് ടൊവിനോ ചെയ്തിട്ടുള്ളെങ്കിലും കമ്പാരിറ്റീവ്ലി ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദിസ് 3 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നത് മണിയൻ തന്നെയായിരിക്കും. ഈ ടൊവിനോയുടെ അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന് പറ്റിയൊരു ചെറിയൊരു പ്രശ്നം, അതായത് ടൊവിനോ അഭിനയിക്കാണ്ടല്ല, സാധാരണഗതിയിൽ ടൊവിനോനെ ടാനിങ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആർട്ടിസ്റ്റുകൾ, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമായി. കാരണം ഞാൻ ഇതിൻ്റെ ഒരു വേസ്റ്റ് ഇഫക്റ്റ് അദൃശ്യജാലങ്ങൾ എന്ന് പറഞ്ഞ ഡോക്ടർ ബിജുവിൻ്റെ അദൃശ്യജാലങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലും കണ്ടു. ടൊവിനോനെ ടാനിങ് ചെയ്യുമ്പോൾ ടൊവിനോ വളരെ അൺനാച്ചുറലാവും സ്ക്രീനിൽ കാണുമ്പോൾ. അപ്പോൾ ഇനി ടൊവിനോ അഭിനയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ ഒരു ടൊവിനോടൊരു ഈ വളരെ ആർട്ടിഫിഷ്യലായിട്ടും അൺനാച്ചുറലായിട്ടും തോന്നുന്ന ലുക്ക് നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിനെ വല്ലാതെ ബാധിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പടങ്ങളിൽ ടൊവിനോ ഇങ്ങനത്തെ ഒരുപാട് എക്സ്പെരിമെൻ്റൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് കൊണ്ട് അടുത്ത പടങ്ങളിൽ ടൊവിനോൻ്റെ ഈ ഒരു ലുക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഈ ഒരു സംഭവം ഒന്ന് കൺസിഡർ ചെയ്യേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. സുജിത് നമ്പ്യാരാണ് ARMൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഒരു മിഡ് വേയിലാണ് നിൽക്കുന്നത്. ഒരു സൂപ്പർഫിഷ്യലാണെന്നും ഡീപ്പാണെന്നും പറയാൻ പറ്റില്ല. കുറച്ച്, അതായത് സിനിമയിൽ ഈ സ്ക്രിപ്റ്റിൽ ബ്രിങ് ഇൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ സോഷ്യൽ ഇൻജസ്റ്റിസ്, അതുപോലെ കാസ്റ്റിസം, ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് തന്നെ ടുവേർഡ്സ് ദ എൻഡിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് ട്രാൻസ്ഫോംഡ് ആവുന്നൊരു സംഭവം സ്ക്രിപ്റ്റിലുണ്ട്.
പക്ഷേ ഈ സിനിമയിൽ ഉള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഒരു ഒരു കൊഹസീവായിട്ട് ഒരു യൂണിറ്റിയിലൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും കൂടിയും ഈ സിനിമ ഒന്നും കൂടിയും എലിവേറ്റഡ് ആവുമായിരുന്നു. ഇതിൻ്റെ ഒരു വിക്ടിംസായിട്ട് സിനിമയിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് അജയൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറായിട്ട് വരുന്ന രോഹിണി, അതുപോലെ തന്നെ ഒരു സെമി വില്ലനിസമായിട്ട് വരുന്ന നമ്മുടെ ഹരീഷ് ഉത്തമൻ. ഈ ക്യാരക്ടേഴ്സ് ഒന്നും ഒട്ടും നമുക്കൊരു ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് ഇമ്പാക്റ്റ് കുറഞ്ഞു പോയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ബേസിക്കലി സ്ക്രിപ്റ്റിൽ ഒരു സിഗ്നേച്ചർ മൊമെൻറ്റ്സ് വളരെ കുറവാണ്. അത് ശരിക്കും ഈ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിനെ കുറച്ച് എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിനിമ ഒരു കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ടുള്ള വേറൊരു ലെവലിലേക്ക് പോകുമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ARMൻ്റെ മറ്റൊരു വലിയൊരു കോർ സ്ട്രെങ്ത്താണ് ഇതിൽ ഷോട്ടുകളിൽ നമ്മൾ കാണുന്നൊരു വിഷ്വൽ ബ്രില്യൻസ്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടീമിനെ നമുക്ക് എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ, CGI, വിഷ്വൽ ഇഫക്ട്സ്, അതുപോലെ എഡിറ്റിംഗ്, പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ജോമോണ്ടി ജോണിൻ്റെ സിനിമോട്ടോഗ്രാഫിയും കൂടിയാകുമ്പോൾ ഈ സിനിമ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സിനിമ നമുക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു വിഷ്വൽ എക്സ്ട്രാവേഗൻസി ആയിട്ടാണ് സ്ക്രീനിൽ ഫീൽ ചെയ്യുന്നത്. ഇതെങ്ങനെ ഒരിക്കലും വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു സംഭവമല്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ സിനിമയിലെ മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ 2 തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് കണ്ടത്. ഒന്ന് മെയിൻ ക്യാരക്ടേഴ്സിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് സ്ക്രീൻ ടൈം കൂടുതലുള്ള ക്യാരക്ടേഴ്സ്, മറ്റേത് അത്ര ഒരു സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത കുറച്ച് സ്ക്രീൻ ടൈം മാത്രമുള്ള ക്യാരക്ടേഴ്സ്. ആദ്യം നമുക്ക് എക്സ്റ്റെൻസീവായിട്ട് സ്ക്രീൻ ടൈമുള്ള ആൾക്കാരെ നോക്കാം. ആദ്യത്തെ കുഞ്ഞിക്കേളുവിൻ്റെ ഫേസിൽ അങ്ങനെ ആരും തന്നെ ഇല്ല. ശരിക്കും ഐശ്വര്യ രാജേഷ് ഇങ്ങനെ പെയർ ചെയ്തിട്ട് കുറച്ച് സീൻസിൽ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ മണിയൻ്റെ ഫേസിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ പിന്നെ മണിയൻ്റെ ഭാര്യയായിട്ടുള്ള മാണിക്യം. ഈ ക്യാരക്ടർ ചെയ്യുന്ന സുരഭി ലക്ഷ്മിയാണ്. സുരഭിയുടെ ഒരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസൊക്കെ സ്ക്രീനിൽ വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നി. പിന്നെ അജയൻ്റെ ഫേസിലാണെങ്കിൽ ഏറ്റവും അജയൻ്റെ ഫ്രണ്ടായിട്ടുള്ള വരുന്ന കുറച്ച് കോമഡി ടച്ചുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ബേസിൽ ജോസഫ്, പിന്നെ നിസ്താർ, അതുപോലെ തന്നെ അജയൻ്റെ പെയറായിട്ട് വരുന്ന കൃതി ഷെട്ടി. ഇവരുടെ ഇപ്പോൾ ഒരു കെമിസ്ട്രി അത്യാവശ്യം ഒരു ഫിലിമി ആയിട്ടുള്ളൊരു കെമിസ്ട്രിയാണ്. അത് എൻഗേജിങ് ആയിരുന്നു. പിന്നെ ബിജിക്കുട്ടൻ വേറൊരു പ്രൊഫൈലിൽ ഈ സമയത്ത് കാണാം. പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സെമി വില്ലൻ ക്യാരക്ടറാണ് ഹരീഷ് ഉത്തമൻ. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫേസിൽ വരുന്ന ക്യാരക്ടേഴ്സ്. അതുപോലെ ഇനി ഒരു അതായത് ഒരു കുറച്ച് സ്ക്രീൻ ടൈം മാത്രമുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ ഫേസിൽ കുഞ്ഞിക്കലിൻ്റെ ഫേസിൽ ഒരു ഇടയ്ക്കൽ കിങ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ മധുബാലിനെ കാണാം. അത് കഴിഞ്ഞ് മണിൻ്റെ ഫേസിലാണെങ്കിലും ഒരു ജഗദീഷ് ഒരു നല്ല റോളാണ്, പക്ഷേ ജഗദീഷിന് അധികം സ്ക്രീൻ ടൈം ഇല്ല. അതുപോലെ അജയൻ്റെ ഫേസിൽ പോവുകയാണെങ്കിൽ മെയിനായിട്ടും അജു വർഗീസ്, സുധീഷ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ടൊവിനോൻ്റെ ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറെയും നമുക്ക് ഈ സിനിമയിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. അജയൻ്റെ രണ്ടാം മോഷണം ഞാൻ കണ്ടത് 3Dയിലാണ്. 2Dയിൽ എടുത്തിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തൊരു ഫിലിമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽ ഇഫക്ട്സിൻ്റെ റിച്ച്നെസ് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ 3Dയിൽ കാണുന്നത് തന്നെയാണ് നല്ലത്. സിനിമ തീർച്ചയായിട്ടും ഒരു തിയേറ്റർ വാച്ചാണ്. ഇതൊരു ഫെസ്റ്റീവ് സീസണിൻ്റെ അങ്ങനത്തെ ഒരു ഫാൻഫെയർ അങ്ങനത്തെ എലിമെൻറ്റ്സ് ഒന്നുമുള്ള പടമല്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ജോൺറ ആൻഡ് അറ്റംപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക, എന്നിട്ട് എന്നോട് ഒപ്പീനിയൻസൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് വേറൊരു സിനിമയ്ക്കായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.